എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഈ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ആ ഉപ്പിൻ്റെ ശക്തിയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ആ ഉപ്പിൻ്റെ ശക്തിയിൽ എനിക്ക് കയറിപ്പോരാൻ പറ്റി. പെട്ടെന്ന് തന്നെ അവരെന്നെ എയർപോർട്ടിലെത്തിച്ചു. ആ 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറി രാവിലെ എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ നിന്ന് വരുന്നത്. പെട്ടെന്ന് എനിക്ക് കയറി വരാൻ പറ്റി. ഇത്രയും വലിയ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് 1 മാസം കൊണ്ട് എന്തായാലും ഫിലിപ്പീനുകൾ എന്നെ കൊന്നുകളയും. അത്ര ഉപദ്രവമായിരുന്നു. കാരണം അവരവിടെ ചെയ്യുന്ന ബ്ലാക്ക് മാസിനൊന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടാണ്. അവർക്കത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ കൊന്തയൊക്കെയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമില്ല. ആ റൂമിലും പ്രാർത്ഥന ചെല്ലുമ്പോൾ അവർക്കത് എഫക്റ്റ് ആവുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നമായിട്ട് എന്നെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞ് ഒരേ ബഹളം. അപ്പോൾ അതവിടെ നടക്കാതിരുന്ന കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ നോക്കി. എന്നെ ഉപദ്രവിച്ചത് മാത്രമല്ല, ഞാൻ നോക്കുന്ന കുഞ്ഞിനെ, അതൊരു 3 മാസമുള്ള കുഞ്ഞാണ്. ഞാൻ ചെല്ലുമ്പോഴാണ്, ഞാൻ ജനുവരി അവിടെ ചെന്നതിന് ശേഷം കുഞ്ഞ് ജനിച്ചത്.